ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പുതിയ വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. ശ്രീകോവിൽ വാതിലിന്റെ സ്വർണം പൂശിയ കട്ടളപ്പാളികൾ ഇളക്കി മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ തന്ത്രിക്കും നിർണായക പങ്കുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യാനുള്ള നിർണായക നീക്കത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ. എ പത്മകുമാറിന്റെ മൊഴി ഒന്നുകൂടി വിശദമായി പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ തന്ത്രിക്ക് നോട്ടീസ് നൽകുമെന്നും അറിയുന്നു. നിലവിൽ സ്വർണ്ണക്കൊള്ളയിൽ നെഞ്ചിടിക്കുന്നത് ആർക്കൊക്കെയാണ്? ആദ്യം RDX റാപ്പ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം വൻ സ്രാവുകളിലേക്ക് നീങ്ങുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവരുടെ പങ്കാളിത്തത്തിനുള്ള തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സൂചന. കണ്ഠരര് രാജീവരുടെ വാദങ്ങൾ പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തില്ല. ശ്രീകോവിൽ വാതിലിന്റെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് 2019 മെയ് 18 മെഹസർ തയ്യാറാക്കിയത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കൊപ്പം തന്ത്രി കണ്ഠരര് രാജീവരും ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. തെളിവുകൾ പരിഗണിച്ചാൽ തന്ത്രിയെയും പ്രതി ചേർക്കേണ്ടതായി വരും. നിലവിൽ അത്തരമൊരു നീക്കം അന്വേഷണ സംഘം നടത്തിയിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ നിലപാട് മാറ്റിയേക്കാം. ഒപ്പം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴിയും വിശദമായി പരിശോധിക്കും. രാജീവരുമായുള്ള ബന്ധമാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാധീനമുണ്ടാക്കാൻ കാരണമെന്നായിരുന്നു പത്മകുമാറിന്റെ മൊഴി. തന്ത്രിയെ അന്വേഷണ സംഘം ഉടൻ നോട്ടീസ് നൽകി മൊഴിയെടുക്കാൻ വിളിപ്പിക്കുമെന്നാണ് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. RDX റാപ്പ് ന്യൂസ് മലയാളം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ശരിയായ ദിശയിലെങ്കിൽ തന്ത്രി കുടുങ്ങും എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞു. തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അദ്ദേഹം തന്ത്രിയോട് കൂടി ചേർന്നു എന്ന് പറഞ്ഞാൽ വരാതിരിക്കാൻ ഒക്കത്തില്ല. എല്ലാത്തിൻ്റെയും മൂലം തന്ത്രിയാണല്ലോ. തന്ത്രിയുടെ അനുവാദവും അതോട് ആശീർവാദവും അവിടെ തന്ത്രിക്ക് ദക്ഷിണ വെച്ച് പ്രത്യേക സാഷ്ടാംഗ നമസ്കാരം നടത്തിയാണ് പല കാര്യങ്ങളും പലരോടെ ചെയ്യുന്നത്. മന്ത്രി BN വാസവനെയും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ശബരിമലയെ തകർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും ചെന്നിത്തല ആരോപിച്ചു. കടകംപള്ളി സുരേന്ദ്രനെയും വാസവനെയും അടിയന്തരമായി ചോദ്യം ചെയ്യണം. കാരണം അവരുടെ പിൻബലത്തോടു കൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ള അവിടെ നടന്നത്. ശബരിമലയെ തകർക്കാൻ വളരെ ബോധപൂർവമായ നീക്കമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നമ്മൾ കണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ RDXൽ ചർച്ച ചെയ്ത ഇതിൽ നിന്ന് വല്ലാതെ മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ SIT തന്ത്രിയെ ചോദ്യം ചെയ്തേക്കും എന്ന ഒരു കാര്യം അന്തരീക്ഷത്തിലുണ്ട്. അതിലേക്ക് പോകുമായിരിക്കും അല്ലേ? അല്ല, തീർച്ചയായും ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം എന്താണോ നടപടി സ്വീകരിച്ചത് ആ സ്വഭാവത്തിൽ തന്നെയാണ് അന്വേഷണം ഇനി പുരോഗമിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് തന്ത്രിയിലേക്ക് തന്നെയാണ് പോവേണ്ടത്. കാരണം നേരത്തെ വാസുവിനെയും പത്മകുമാറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുരാരി ബാബു തൊട്ട് ഇങ്ങോട്ടുള്ള മുഴുവൻ അറസ്റ്റുകളും ഒരു മൊഴിയുടെ വാലിൽ പിടിച്ചടുത്ത മൊഴിയിലേക്ക് പോയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നടപടിയിലേക്ക് തന്നെ ആയിരിക്കും പ്രത്യേക അന്വേഷണ സംഘം പോവുക. പിന്നെ ഒരു കാര്യമുണ്ട്, കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. കോടതി കൃത്യമായി കോടതിയെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. കോടതിയുടെ ഇടപെടൽ ഏത് ഘട്ടത്തിൽ ഏത് സ്വഭാവത്തിലാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും ഈ ദേവസ്വം ബോർഡിനെ മാത്രം ചുറ്റിപ്പറ്റി ഈ കാര്യത്തിൽ നടപടികൾ ഉണ്ടാകുമെന്ന് കരുതാനാവില്ല. മാത്രമല്ല, ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തന്ത്രി അറിയാതെ അവിടെ ശബരിമലയിലൊന്നും നടക്കില്ല. ആ സന്നിധാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്നത് തന്ത്രിയാണ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ അനുമതിയും തന്ത്രിയുടെ നിർദ്ദേശവും ഇല്ലാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ല. കാരണം അതല്ലാതെ നടന്നാൽ അപ്പോൾ ഇത് ആചാരത്തിൻ്റെ ലംഘനമോ അല്ലെങ്കിൽ ആചാരപരമായി കുഴപ്പമോ ആണെന്ന് വിശദീകരിക്കാനാണ് തന്ത്രി ശ്രമിക്കുക. എപ്പോഴും ഇത് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സൗകര്യമല്ലേ, അത് നഷ്ടപ്പെടുത്താൻ എന്തായാലും തന്ത്രിമാർ തയ്യാറാവില്ല. അതിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ അവർ ഇടപെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും തന്ത്രിമാരുടെ ഒരു സമീപനം അതുതന്നെയായിരിക്കും. ഇതിനു വേണ്ടി നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ, ഈ സ്വർണം പൂശുന്ന കാര്യത്തിലും അതിന് തെളിവ് നമ്മുടെ മുന്നിലുണ്ട്. ഈ കത്ത് നമ്മുടെ മുന്നിലുണ്ട്. ഈ തന്ത്രി കൊടുത്ത കത്ത് തന്നെ നമ്മുടെ മുന്നിൽ തെളിവായി ഉണ്ട്. മാത്രമല്ല, ഈ ബന്ധമുണ്ടല്ലോ, ഈ പോറ്റിയുമായുള്ള ബന്ധം 18 വർഷത്തെ ബന്ധമാണ്. അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2008 മുതൽ ഈ പോറ്റിയുമായിട്ടുള്ള ബന്ധം ഇവർക്കുണ്ട്, തന്ത്രിമാർക്കുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും സംശയിച്ചുകൂടെ? അവിടെ വന്ന് ഈ പറയുന്ന ദേവസ്വം പ്രസിഡന്റുമാരൊക്കെ എന്ന് പറയുന്നത് ഇത്രയും ദീർഘകാലമായി ശബരിമലയുമായി പോലും അങ്ങനെ നിരന്തരം ഇടപെടുന്ന ആളുകളല്ല. ശബരിമലയുമായി വ്യക്തിപരമായോ വിശ്വാസപരമായോ അങ്ങനെ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ഉള്ള ബന്ധങ്ങൾ, അതല്ലാതെ അവിടുത്തെ ഭരണനിർവഹണവുമായി നേരിട്ട് ബന്ധമുള്ള ആളല്ലല്ലോ പത്മകുമാറിനെ പോലെയുള്ള ആളുകൾ. അപ്പോൾ അവിടെ അതിനേക്കാളൊക്കെ മുമ്പേ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പോറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇടപാട്.
ആ ഇടപാടിൽ ഏതോ സമയത്ത് വന്നുപോയവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള കക്ഷികളൊക്കെ. അതിനേക്കാൾ മുമ്പേ അവിടെ ഒരു ബന്ധമുള്ളതും ആ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുന്നതും തന്ത്രിയും പോറ്റിയുമായിട്ടാണ്. അപ്പോൾ തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ എങ്ങനെയായാലും ഇത്രയും വിവരങ്ങൾ വന്ന സ്ഥിതിക്ക് ആ ബന്ധങ്ങൾ എങ്ങനെയാണ് എന്ന് ഭക്തർക്ക് മുന്നിലും പൊതുജനത്തിന് മുന്നിലും വിശദീകരിക്കാനുള്ള ബാധ്യത പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. ആ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന കോടതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ വഴിക്ക് തന്നെയാണ് അന്വേഷണം പോവുക. നമുക്ക് മുന്നിലുള്ള തെളിവ് എന്തൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതായത് ഈ പറയുന്ന കണ്ഠര് മോഹനരുടെ മകനാണ് ഈ സ്വർണം കൊണ്ടുപോയി എന്ന് പറയുന്ന ജുവലറിയുടെ പ്രത്യേക പൂജയെ ഉദ്ഘാടനം ചെയ്യാനും പരിപാടി നടത്താനും പൂജ നടത്താൻ വേണ്ടിയിട്ട് അവിടെ പോയയാൾ. ഈ കത്ത് നമുക്ക് മുന്നിലുണ്ട്. ഇത്രയും കാലത്തെ ബന്ധം പോറ്റിയുമായുണ്ട്. ബാംഗ്ലൂരിലെ ഈ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പൂജാരിയായി പ്രവർത്തിച്ചയാളാണ് പോറ്റി. അവിടുത്തെ തന്ത്രി കണ്ഠര് മോഹനരാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടേക്ക് അന്വേഷണം പോയേ മതിയാകൂ. അതിലേക്ക് പോകുമോ എന്നതാണ് നമ്മൾ ഇനിയിപ്പോൾ കാത്തിരിക്കേണ്ട ഒരു കാര്യം. കാരണം പലതരത്തിലാണ് ഇവർ പരസ്പര സഹകരണ സംഘം എന്ന നിലയ്ക്ക് ചില കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാമെന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അതെന്താണ്? ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ സമ്പന്നരുടെ വീട്ടിൽ പൂജയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളിൽ പൂജയ്ക്ക് പോകുന്ന പരിപാടി ഇവിടെ തന്ത്രിക്കും മേൽശാന്തിക്കും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ഇടപാടുകൾ അതിൻ്റെ ഇടനിലക്കാരനായി കൂടി ഈ പോറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന വാജിവാഹനത്തെ അടക്കം തന്ത്രി കൈവശം വെച്ചിരിക്കുന്ന വാജിവാഹനം അടക്കം ഈ നിലയ്ക്കുള്ള പൂജകൾക്കും പരിപാടികൾക്കും വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. നമുക്ക് മുന്നിൽ മറ്റൊരു തെളിവുണ്ട്. ഈ പറയുന്ന ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനിരിക്കുന്ന കട്ടള കൊണ്ടുപോയി ജയറാമിനെയൊക്കെ കാണിച്ച് പൂജിപ്പിക്കുന്നതും പല സ്ഥലത്ത് കൊണ്ടു നടന്നു ചുറ്റിയടിച്ച് പൂജ നടത്തിയതും പോറ്റിയാണ്. പോറ്റി അത് സാമ്പത്തിക ലാഭത്തോടെ തന്നെ ചെയ്തതാണ് എന്നുള്ള വിവരങ്ങളുമുണ്ട്. അദ്ദേഹത്തെ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, തന്ത്രിയിലേക്ക് പോകേണ്ടതാണ്. പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും പറയാനില്ല. ശബരിമല ക്ഷേത്ര ഭരണം നിർവഹിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തീർത്ഥാടനത്തിന് വേണ്ട അനുബന്ധ സൗകര്യങ്ങളും സുഗമമാക്കാൻ സംസ്ഥാന സർക്കാരും. അതാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന രീതി. എന്നാൽ ക്ഷേത്രകാര്യത്തിലെ അവസാന വാക്ക് തന്ത്രിയുടേതാണ്. 18-ാം പടിക്ക് മുകളിലെ സർവാധികാരി തന്ത്രിയാണ്. തന്ത്രിയുടെ അനുവാദമില്ലാതെ ശബരിമല പോലെയുള്ള മഹാക്ഷേത്രങ്ങളിൽ ഒന്നും നടക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. സന്നിധാനത്ത് തന്ത്രി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് എന്ന എ പത്മകുമാറിൻ്റെ മൊഴി ഗൗരവതരമാണ്. ദൈവഹിതം അനുസരിച്ചാണ് പ്രവർത്തിച്ചത് എന്ന തന്ത്രിയുടെ വാദം മുട്ടാപ്പോക്ക് ന്യായീകരണമൊന്നും വിലപ്പോവില്ല. ഇക്കാര്യത്തിൽ തന്ത്രിക്കോ പുരോഹിതർക്കോ പ്രത്യേക നിയമപരിരക്ഷയൊന്നുമില്ല. തെളിവുണ്ടെങ്കിൽ തന്ത്രിയും അറസ്റ്റിലാകും, നടപടി നേരിടേണ്ടി വരും. സ്വർണ്ണക്കൊള്ളയുടെ പിന്നിലെ ഉന്നതർ ആരൊക്കെയെന്നറിയാൻ എല്ലാവരെയും പോലെ RDXനും ആകാംക്ഷയുണ്ട്. ഇന്ന് അല്ലെങ്കിൽ നാളെ മുഴുവൻ അമ്പലക്കള്ളന്മാർക്കും കൈവിലങ്ങ് വീഴുമെന്ന് RDX കരുതുന്നു.